ഇന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ ഇത്തിരി മത്തിയാണ് വാങ്ങിച്ചത്. അപ്പോൾ മത്തിയും മാങ്ങായും തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മത്തി റെഡിയാക്കി കുറച്ച് വറുക്കാൻ മാറ്റി വെച്ചു. ബാക്കി കറി വെക്കാനായിട്ട് എടുത്തു വെച്ചു. അപ്പോൾ കറിക്ക് വേണ്ട കുറച്ച് മാങ്ങായും കൂടെ ഒന്നരിയാന്ന് വെച്ചു. ഒരു 1.5 മാങ്ങായും കൂടെ ചേർക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക. ഇത് കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കപ്പയ്ക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഇഞ്ചി ചേർത്തു, പച്ചമുളകും കറിവേപ്പില കൂടുതൽ ചേർക്കും. ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ നിങ്ങൾ ചേർക്കാറുണ്ടോ? നല്ലതാണ് പച്ചക്കപ്പ വേവിക്കുമ്പോൾ ഇത് രണ്ടും ചേർക്കുന്നത്. പച്ചക്കപ്പ ആയതുകൊണ്ട് വയറിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ നല്ലതാണ്. അതുപോലെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ അത് രണ്ടും അരച്ചു. പക്ഷേ കപ്പ വേകുന്നില്ലായിരുന്നു. പിന്നെ കുക്കറിലേക്ക് മാറ്റി വിസിലൊക്കെ അടിച്ചു. കപ്പ ഇളതായ കപ്പയായിരുന്നു, അറിയത്തില്ലല്ലോ. എന്തായാലും നമ്മളങ്ങനെ വിട്ടു കൊടുത്തില്ല. കുക്കറിലിട്ട് വേവിച്ചു, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കപ്പയ്ക്ക് വേണ്ട അരപ്പാണ് ആദ്യം അരച്ചെടുത്തത് കേട്ടോ. നല്ല പച്ചക്കളറാണ്, പക്ഷേ ലൈറ്റ് വെട്ടത്തിൽ അത്രയും ക്ലിയർ അല്ല. അടുത്തത് നമുക്ക് മീന് വേണ്ടിയിട്ടുള്ള അരപ്പിന് റെഡിയാക്കുവാണ്. തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മുളകാണ്. മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. ചെറിയ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ച് നല്ല തരിതരിയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ കണ്ടോ, നല്ല ഫൈനായിട്ട് അരച്ചിട്ടു. അങ്ങനെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി മത്തിയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് അങ്ങിട്ട് കൊടുത്ത്, അതുപോലെ തന്നെ പിന്നെ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയും പച്ചമുളക് പൊളന്നതും ഇട്ട് കൊടുത്തു. പിന്നെ മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. മാങ്ങ ഇട്ട് കൊടുത്ത് അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഏറ്റവും അവസാനം അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അരപ്പ് അങ്ങിട്ട് കൊടുക്കാം. അരപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഈ പാത്രം ഒന്ന് കഴുകി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടെ വേണമല്ലോ. അത് നമ്മുടെ അരപ്പിന് നമുക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് ഒഴിച്ച് കൊടുക്കണം. അത് അവരവരെ ആവശ്യാനുസരണം നോക്കണം കേട്ടോ. എനിക്ക് എന്തായാലും ചാറ് നന്നായിട്ട് കുറുകിയിരിക്കണം. അപ്പോൾ ഞാൻ ഒത്തിരി വെള്ളം അങ്ങ് ചേർക്കുന്നില്ല. അല്ലെങ്കിൽ മീൻകറിയിൽ കുറുകിയിരിക്കുന്നതല്ലേ നല്ല ടേസ്റ്റ് വരുന്നത്. കപ്പയ്ക്ക് ചാറ് വേണമെന്ന് പറഞ്ഞാലും കുറുകിയ ചാറാണ് നല്ലത്. തേങ്ങ അരച്ചതുകൊണ്ട് നല്ല കുറുകിയ ചാറാണ്. മാങ്ങയും തേങ്ങയും പിന്നെ ആ ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുന്നില്ലേ, അതുകൊണ്ട് നല്ല ടേസ്റ്റും നല്ല കുറുകിയ ചാറുമായിരിക്കും. പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ടേ. ഉപ്പും അതുപോലെ കറിവേപ്പിലയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കണ്ടോ എല്ലാം റെഡിയാക്കി. ഇനി ഇത് മൂടി വെച്ച് അത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റട്ടെ. ഇനി കപ്പയിലേക്ക് അരപ്പിട്ട് കൊടുത്തപ്പോൾ കപ്പ ഒട്ടും വേവുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ കുക്കറിലേക്ക് മാറ്റി വെച്ചു. കുക്കറിലിട്ടാണ് റെഡിയാക്കുന്നത്. ഈ സമയം നമ്മുടെ മീൻകറി റെഡിയായി. ഇനി കുറച്ച് കടുകൊന്ന് തളിക്കാമെന്ന് വിചാരിച്ച് ഒരു പാനിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പിന്നെ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ വറ്റൽമുളകും ഇട്ട്, അത് കഴിഞ്ഞ് ഇച്ചിരി ചെറിയ ഉള്ളിയും കൂടി ഇട്ടുപോയി. ചെറിയ ഉള്ളി അരിഞ്ഞപ്പോഴേ ഇത്തിരി വലുതായിപ്പോയേ, അതുകൊണ്ട് ഇച്ചിരി താമസം ഉണ്ടായിരുന്നു ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. കണ്ടോ, പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ഉടനെ തന്നെ മൂടി വയ്ക്കണം. എന്നാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് ഇറങ്ങുള്ളൂ. പിന്നെ ഈ സമയം നമ്മുടെ കപ്പയൊക്കെ കണ്ടോ, മീൻകറി കണ്ടോ, അടിപൊളിയല്ലേ. കപ്പയൊക്കെ റെഡിയായി കഴിക്കാനായിട്ട് എടുത്തു വെച്ചേക്കുക. കണ്ടോ, അടിപൊളി ടേസ്റ്റായിട്ടുള്ള മത്തി മാങ്ങ തേങ്ങ അരച്ചതും നല്ല കുഴച്ചൊരു പരുവത്തിലാക്കി. അപ്പോൾ സൂപ്പറായി. അപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കപ്പയും മീൻകറിയൊക്കെ കഴിക്കട്ടെ. എങ്ങനെയാണ്? എന്നാലും നിങ്ങൾക്ക് ഒത്തിരി തരണമല്ലോ അല്ലേ. അപ്പോൾ കുറച്ചെടുത്ത് ഒന്ന് ചാറിലൊക്കെ മുക്കി വാവൊളിച്ചോ നിങ്ങൾക്കൊന്ന് വന്നേക്കാം. ഓക്കേ.
ഇപ്പോൾ ഇഷ്ടമായോ? നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.